പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഒക്ടോബർ 1-ാം തീയതി ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ, നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. വെറും 24 വർഷം മാത്രം, അതിൽ ബഹുഭൂരിപക്ഷ ദിവസങ്ങള് പുറലോകം കാണാതെ തൻ്റെ മിണ്ടാമടത്തിൽ ചെലവഴിച്ച ആ കൊച്ചു ത്രേസ്യ, എന്നാൽ ആഗോള കത്തോലിക്ക സഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം തന്നെ ഉയർത്തപ്പെട്ട വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതായത് ഫ്രാൻസിനി എന്ന ഒരു കൊടും കുറ്റവാളി, അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം തൻ്റെ മിണ്ടാമടത്തില് പത്രം നോക്കിയപ്പോഴ് അതില് കണ്ടു, ഈ കൊടും കൊലയാളി മാനസാന്തരപ്പെടാതെ പ്രാർത്ഥിക്കാതെ ഇതാ കൊലക്കളത്തിലേക്ക് പോകാൻ പോകുന്നു. ഇത് കേട്ടപ്പോഴ് വിശുദ്ധ കൊച്ചു ത്രേസ്യ വളരെയധികം വേദനിച്ചു. ഒരാത്മാവ് നഷ്ടപ്പെടുന്നത് കൊച്ചു ത്രേസ്യക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അന്നു മുതല് കൊച്ചു ത്രേസ്യ ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയുടെ തിരുക്കുരിശിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ കുരിശിൽ നിന്ന് ഇറ്റേറ്റ് വീഴുന്ന തിരുരക്തത്തുള്ളികള് ഒരു കാസയിൽ എന്ന പോലെ സ്വീകരിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഫ്രാൻസിനി വധിക്കപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വാർത്ത കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അടുത്തേക്ക് വന്നത്. അതായത് ഇയാള് കൊലക്കളത്തിലേക്ക് പോകുകയാണ്. മാനസാന്തരപ്പെടാതിരുന്ന വ്യക്തി, ദൈവമില്ല എന്ന് പറഞ്ഞിരുന്നവൻ, എന്നാൽ പട്ടാളക്കാരോടൊപ്പം ആ കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു വൈദികൻ വിശുദ്ധ കുരിശും പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടത്. ഫ്രാൻസിനി ഓടിച്ചെന്ന് ആ വൈദികന്റെ അടുത്ത് നിന്ന് ആ വിശുദ്ധ കുരിശ് വാങ്ങിച്ച് പല ആവർത്തി ചുംബിച്ചു. എന്നിട്ടാണ് കൊലക്കളത്തിലേക്ക് പോയത്. അപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് മനസ്സിലായി, ഇതാ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് ആ ഒരു കൊടും കുറ്റവാളിയുടെ ആത്മാവിനെ പോലും സ്വർഗത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനം നമ്മുടെ ആത്മാക്കളുടെ അവസ്ഥ എന്തെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ളവരുടെ ആത്മാക്കളുടെ അവസ്ഥ. ചിലര് നിരാശപ്പെട്ടിരിക്കുക, പലവിധ തടസ്സങ്ങൾ മൂലം നിരാശപ്പെട്ട് ദൈവത്തെ വിളിക്കാതെ കഴിയുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് കഴിയുന്നവർ, അങ്ങനെ പലവിധത്തിലുള്ള വ്യഭിചാരത്തിന്റെയും അവിശ്വസ്തതയുടെയും ദുർബോധങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവര്, ദൈവകൃപയില്ലാതെ അഭിഷേകമില്ലാതെ വചനത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ എന്താണ് ജീവിക്കുന്ന അനേകം പേര്. പ്രിയപ്പെട്ടവർ, എത്രയോ പേര് ഇനിയും കർത്താവിനെ തിരിച്ചറിയാത്തവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവനുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവവിളി ലഭിച്ചിരിക്കുന്ന സെമിനാരി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും എല്ലാ ആത്മായ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവവചന പ്രഘോഷണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തടസ്സം നിൽക്കുന്ന അരൂപികളെയും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞാൻ തല കുമ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ,
എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് എന്നെ കാക്കണമേ എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഈ ഒരു അരൂപിയിലേക്ക് കൊണ്ടുവരിക. എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം തന്നെ 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമുക്കും ആ കുഞ്ഞുങ്ങളുടെ ഒരു നൈർമല്യത്തോടെ, എളിമയോടെ, വിശുദ്ധിയോടെ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രബലപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ, പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധ മിഖേലിന്റെയും റഫേലിന്റെയും ഗബ്രിയേലിന്റെയും സകല രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഈ മക്കളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, വഞ്ചിക്കുന്ന അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഇവരുടെ ആത്മാവിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ സാത്താനെ നിന്നോട് കൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിന്നോട് കൽപ്പിക്കുന്നു, ഈ മക്കളിൽ നിന്നും വിട്ടുപോ. ഇവരുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുത്തുന്ന നിന്റെ വഞ്ചന യേശുനാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഇന്ന് അവസാനിപ്പിക്കുക. ഈ മക്കളിൽ വിട്ടുമാറുക. ഇവരുടെ ജീവിതത്തിൽ ഭയങ്ങളും ദുഃഖങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഒഴിവാക്കി ഈ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും തന്ത്രങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ കർത്താവേ, തിന്മകൾ അകലട്ടെ കർത്താവേ. യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ഞായറാഴ്ച താമസിച്ചുള്ള ധ്യാനം വയനാട്ടിലെ പള്ളിക്കുന്നിൽ ലൂർദ് മാതാവിന്റെ അത്ഭുത പള്ളിയിൽ നടക്കുകയാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കള് എത്രയും വേഗം പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.